സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് തിരുവോണം നക്ഷത്ര ജാതകരുടെ ശനിയുടെ അവസ്ഥയെ പറ്റിയാണ്. 2025 മാർച്ച് വരെ ഇവർക്ക് ശനിയുടെ സ്ഥിതി, ഗതി, നില എന്നിവയെ പറ്റി പറയാൻ പോവുകയാണ്. ശനി ഇപ്പോൾ ഇവർക്ക് ചാരവശാൽ ചന്ദ്രൻ 2-ൽ, 2 പറയുമ്പോൾ ധന, കുടുംബ, വാക്ക് സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയെ കൊണ്ട് വാക്ക്, എഴുത്ത്, കുത്തുകൾ 2-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അപ്പോൾ വാക്ക് വരാൻ അവർക്കൊരു പ്രയാസവും, നല്ല സംസാരിച്ചുകൊണ്ടിരുന്നവർക്ക് സംസാരത്തിന് ഒരു ഇടർച്ച, മന്ദത ഒക്കെ ഉണ്ടായിരുന്നു. ആ മന്ദത ഈ കാലഘട്ടത്തോടുകൂടി വളരെ മാറ്റവും അനുകൂല അവസ്ഥയിലേക്ക് വന്നു ചേരുകയാണ്. ശനി 2-ൽ നിൽക്കുകയും 5-ൽ വ്യാഴം നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടും 3-ലെ സർപ്പന്റെ സ്ഥിതി മൂലവും ഇവർക്ക് ഭാഗ്യ ഐശ്വര്യങ്ങളും കീർത്തികളും ഇനി ഉണ്ടാകാൻ പോകുന്നു. പെട്ടി, ചെല്ലം, പാത്രം എന്നിവയെല്ലാം 2-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അങ്ങനെ ഇവർക്ക് പാത്രം മീൻസ് പഴയതും പുതിയതുമായ കുടുംബ സ്വത്തുക്കൾ ലഭിക്കുവാനുള്ള യോഗം, കുടുംബസുഖം, വ്യക്തികൾക്ക് തമ്മിൽ ഉള്ള സ്നേഹ സൗഹൃദം കൂടുക, കുടുംബസ്ഥരായ ഇവർ പൊതുവെ ഭൂമി വാങ്ങുവാനും ഗ്രഹം നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഉള്ള ഗ്രഹം നന്നാക്കാനോ ഉള്ള സമയമാകുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് കുറച്ചുകൂടെ പുഷ്ടി വരും. സംസാരത്തിന് സ്ഫുടത കൂട്ടും. ഇങ്ങനെ കുടുംബസ്ഥാനത്തും വാക്സ്ഥാനത്തും അതുപോലെ ധനം, പൂർവമായി ലഭിക്കേണ്ട ധനങ്ങളും കടം കൊടുത്ത് കിട്ടേണ്ട ധനങ്ങളും ഇവർക്ക് കുറേശ്ശെ കിട്ടിത്തുടങ്ങും. പിന്നെ കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. നഷ്ടമായിരുന്ന കൃഷി ലാഭത്തിലേക്ക് നയിക്കുവാനുള്ള അവസരങ്ങളും, വാഹനങ്ങൾ ഓട്ടിക്കുന്നവർക്ക് അനുകൂലമായ സമയവും, അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങി വയ്ക്കുവാനുള്ള അവസരവും ഈ 2-ലെ ശനി അവർക്ക് നൽകുന്നു. 2 സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് ധനം മെല്ലെ മെല്ലെ അവരുടെ കയ്യിൽ വന്നു ചേരുകയും 5-ലെ വ്യാഴന്റെ സ്ഥിതി മൂലം ദൈവാധീനവും പൂർണ്ണമായി കാണപ്പെടുന്നു. തിരുവോണം നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച വേദന, വിഷമം, രോഗം, ദുരിതങ്ങൾ ഇവയെല്ലാം മാറി സുഖ അവസ്ഥയിലേക്ക് വരുവാനുള്ള അവസരവും ഉണ്ടാകുന്നു. ചെറുപ്പക്കാർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് ഒരു നിശ്ചയം തുടങ്ങുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. പഴയ ഗ്രഹങ്ങൾ നവീകരിച്ച് പുതിയ ഗ്രഹങ്ങൾ ഉണ്ടാക്കുവാനും അതുപോലെ പഴയ വാഹനങ്ങൾ മാറ്റി വാങ്ങുവാനും ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാകുകയാണ്. സർവേശ്വരകാരകനായ വ്യാഴൻ സഹായിച്ച് ഇവർക്ക് തൊഴിലില്ലാത്തവർക്ക് സാമാന്യ രീതിയിൽ ജീവിക്കത്തക്ക തൊഴിലുകൾ ലഭിക്കുകയും ചെയ്യും. സാങ്കേതിക വിദ്യ പഠിക്കുന്നവർക്ക് ഇനി മുതൽ വിദ്യയ്ക്ക് വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനം സംബന്ധമായി എഴുത്തുകുത്തുകളിലൊക്കെ വിഷമമുണ്ടായിരുന്ന കാലഘട്ടത്തിന് മാറ്റം വരുവാൻ പോവുകയാണ്. പൊതുവെ 2025 മാർച്ച് 29 വരെ ഉള്ള ശനിയുടെ ഈ കാലഘട്ടത്തിൽ ഇനി ശനി പുരോഗമനത്തിന്റെ പാതയിലേക്ക് വന്നു ചേരുകയാണ്. അതുകൊണ്ട് തിരുവോണം നക്ഷത്ര ജാതകർക്ക് പല പുരോഗമനമായ കാര്യങ്ങൾക്കും ഉത്തമമാകുന്നു. എഴുത്തുകാർക്ക്, കലാകാരന്മാർക്ക്, അഭിനയം തുടങ്ങിയവർക്ക് എല്ലാം ശുഭ അനുഭവത്തെ കൊടുക്കുകയും അതുപോലെ തന്നെ വേണ്ടാത്ത ഭൂമി വെക്കുകയും പുതിയ ഭൂമി വാങ്ങുവാനുള്ള യോഗവും കാണപ്പെടുന്നു. സഹായ സ്ഥാനത്ത് ഈശ്വരന്റെ പൂർണ്ണ അനുഗ്രഹവും ഉള്ളതായി അനുഭവമാകുന്നു. പൊതുവെ ഇവർക്ക് സാങ്കേതിക വിദ്യ പഠിക്കുന്നവർക്ക് വളരെ നേട്ടമായ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്,
മെഡിക്കൽ, IT സംബന്ധിച്ചുള്ള വിഷയങ്ങളിലും അവിടെ ആ തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമായ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇവർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. ചന്ദ്രൻ 10 കൊല്ലമാണ് എങ്കിലും ഒരു 5 കൊല്ലം ചന്ദ്രദശ നമുക്ക് കണക്കാക്കാം. ചന്ദ്രൻ കഴിഞ്ഞ് ചൊവ്വാദശ 7 കൊല്ലം, അത് കഴിഞ്ഞാൽ രാഹുർദശ 18 കൊല്ലം, ഏതാണ്ട് 30-31 വയസ്സ് വരെ രാഹുർദശ കാലഘട്ടമാകുന്നു. ഇവർക്ക് സ്ത്രീകൾക്കാണെങ്കിൽ 21-22 വയസ്സിൽ വിവാഹത്തിന് യോഗവും ഒപ്പം തൊഴിൽ യോഗവും കാണുന്നു. പുരുഷനാണെങ്കിൽ 24 മുതൽ 26 വിവാഹ യോഗവും ജീവിത ബന്ധങ്ങളും അതുപോലെ തന്നെ അനുകൂലമായ സ്ത്രീയെ ലഭിക്കുവാനുള്ള ഭാഗ്യവും അവസരമാകുന്നു. ഈ 32 വയസ്സിനകത്ത് ഉള്ള കാലഘട്ടത്തിൽ ഇവർക്ക് അല്പം സ്ഥാനം മാറിയുള്ള പഠനങ്ങളും IT മേഖലകളിൽ ഉള്ളവർക്ക് കൂടുതൽ വിജയത്തിന് അനുകൂലമായ കാലഘട്ടവുമാകുന്നു. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഉദ്യോഗം ലഭിക്കാനുള്ള സമയവും ആകുന്നു. ചിലർക്ക് പൊതുമേഖലകളിലും, ചിലർക്ക് IT-യിലും, ചിലർക്ക് സർക്കാർ സംബന്ധിയായ തൊഴിലും 25-നും 26-27-നകത്ത് ലഭിക്കുകയും അതിൽ നിന്ന് ഉന്നതിയും 27, 28, 29 ഈ കാലങ്ങളിൽ ഇവർക്ക് സന്താന യോഗത്തിനുള്ള അവസരവും കാണപ്പെടുന്നു. 31, 32 വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശാകാലം ഇവർക്ക് സകലവിധമായ ഉന്നതി, വ്യാഴൻ ഏത് രാശിയിൽ നിന്നാലും അവർക്ക് ഭാഗ്യത്തെയും ഐശ്വര്യത്തെയും നൽകപ്പെടുന്നു. പുതിയ വാഹനം, നല്ല ഗ്രഹയോഗം, പൂർവികമായി ലഭിക്കുന്ന ഗ്രഹവും അല്ലാതെ ഇവരുടെ അധ്വാനത്താൽ ലഭിക്കുന്ന ഗ്രഹവും ഇവർ സ്വായത്തമാക്കുവാനുള്ള ഭാഗ്യങ്ങൾ കാണപ്പെടുന്നു. പൊതുവെ നല്ല സന്താന യോഗവും ഈ കാലഘട്ടത്തിൽ സന്താനങ്ങൾക്ക് പഠനവും പഠനാഭിവൃദ്ധിയും പഠനപുഷ്ടിയും ഉണ്ടാകും. ശത്രുക്കൾ ഒന്നും തന്നെ ഇവരെ യാതൊരു രീതിയിൽ ഉപദ്രവം വയ്ക്കുകയില്ല. അതുകൊണ്ട് ഇവർക്ക് ഏത് കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഭാഗ്യ ഐശ്വര്യങ്ങൾ വർദ്ധിക്കും. പൊതുവെ തിരുവോണം നക്ഷത്ര ജാതകർക്ക് വ്യാഴദശ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ശനിദശാകാലമാണ്. ശനിയുടെ തുടക്കത്തിൽ അല്പാൽപ അരിഷ്ടതകൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് വളരെ ഉന്നതാവസ്ഥയിലേക്ക് നീങ്ങുകയും ഇവർക്ക് ഈ കാലങ്ങളിൽ സന്താനങ്ങൾക്ക് പഠന പുരോഗതി, അവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ, പുത്രപൗത്രാദി സൗഖ്യം ഇവയെല്ലാം ഈ ശനിദശാകാലം തിരുവോണം നക്ഷത്ര ജാതകർക്ക് അനുഭവമാകുന്നു. അത് കഴിഞ്ഞാൽ 17 കൊല്ലം ബുധദശാകാലം. ബുധൻ ഇവർക്ക് വളരെ ഐശ്വര്യങ്ങൾ കൊടുക്കപ്പെടും. ബുധദശ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വ്യാഴന്റെ സ്ഥിതിയും കൂടെ ഇപ്പം ഉള്ളത് കൊണ്ട് ഇവർക്ക് പുതിയ ഗ്രഹം വയ്ക്കുവാനും വിദേശത്ത് സന്താനങ്ങൾ വഴി പോകുവാനും റെസ്റ്റ് എടുക്കുവാനും ഒക്കെ ഉള്ള ഒരു സമയവും കൂടെ ആകുന്നു. അവരുടെ രോഗങ്ങൾ, അതായത് വാതരോഗം, നരമ്പ് രോഗം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രോഗങ്ങൾക്കും ഒരു ശമനം ഉണ്ടാകുന്നു. പൊതുവെ തിരുവോണം നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം പൂർണ്ണമാണ്. അവർക്ക് അതുപോലെ തന്നെ സാത്വിക സ്വഭാവമുള്ള ഇവർ ദൈവഭക്തരും ജ്ഞാനികളും ഏത് രംഗങ്ങളിലും വളരെ ഐശ്വര്യമായി പ്രവർത്തിക്കാനുള്ള ശക്തിയും കഴിവും ധൈര്യവും ഉള്ളവരും ദേവബ്രാഹ്മണ ഭക്തിയുള്ളവരും തൻ്റെ കാര്യങ്ങൾ ആത്മാർത്ഥമായി ഏത് ഫീൽഡിൽ ഏൽപ്പിച്ചിരുന്നാലും അത് നിറവേറ്റാനുള്ള ശക്തി, ബുദ്ധി ഇവർക്ക് പൊതുവെ കാണപ്പെടുന്നു. ഓണം പോലെ തന്നെ ഇവരുടെ ജീവിതവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടായിരിക്കും. പൊതുവെ ഈ കാലഘട്ടത്തിൽ പുണ്യക്ഷേത്ര ദർശനങ്ങൾക്ക് ഇവർക്ക് പോകേണ്ടി വരുന്ന കാലഘട്ടം കൂടെ ആകുന്നു. പുണ്യക്ഷേത്ര ദർശനം കൊണ്ട് ഇവർക്ക് വളരെ ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാകും.
ഇവർക്ക് പിന്നെ വ്യാഴദശയിൽ പുഷ്യരാഗക്കല്ലും ശനിദശയിൽ ഇന്ദ്രനീലക്കല്ലും ബുധദശയിൽ മരതകക്കല്ലും കേതുദശയിൽ വൈദൂര്യക്കല്ലും ധരിക്കുക. പൊതുവെ ഇവരുടെ ബർത്ത് സ്റ്റോൺ മുത്താകുന്നു. ചന്ദ്രദശയിൽ ജനിക്കുന്നതുകൊണ്ട് മുത്ത് കല്ലും കൂടെ ധരിക്കുന്നത് ഉത്തമമാണ്. അതാത് കാലങ്ങളിൽ ഈ കല്ലുകൾ ധരിക്കുകയും ഒപ്പം നവഗ്രഹ മോതിരം ധരിക്കുന്നതും ഉത്തമം. വേണ്ടി ധരിച്ചുകൊണ്ടാൽ വളരെ ഉത്തമമായിരിക്കും. അതുപോലെ ശനീശ്വര പ്രീതിക്ക് വേണ്ടി നല്ല രീതിക്ക് മഹാമൃത്യുഞ്ജയ യന്ത്രം ദേഹരക്ഷ ധരിക്കുന്നതും പൊതുവെ ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് ഉത്തമമാണ്. സാത്വിക നക്ഷത്രമായ ഇവർക്ക് ദൈവ പൂർണ്ണ അനുഗ്രഹം ഈ കാലഘട്ടത്തിൽ നൽകുന്നതാണ്. ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഒപ്പം മഹാദേവനെയും മഹാവിഷ്ണുവിനെയും ദേവിയെയും പൂജിച്ച് ആരാധിച്ച് ദുഃഖദുരിതങ്ങൾക്ക് പരിഹാരം നൽകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഒപ്പം സർപ്പരാജാവിന് മുടങ്ങാതെ ആയില്യ പൂജ നടത്തുകയും ചെയ്തു കൊള്ളുന്നത് ഇവർക്ക് വളരെ ഉത്തമമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.